നമുക്ക് പല വിവരങ്ങളും ഉപദ്രവാലുണ്ട്. പല വിവരങ്ങളും ഉപദ്രവം. ഉദാഹരണം പറയാം, വലിയ പെരുന്നാൾക്ക് നമ്മളൊക്കെ നാട്ടിൽ ഉളുഹിയ്യത്ത് അറക്കും. പോത്തിനെയും മോരിനെയൊക്കെ ഉളുഹിയ്യത്ത് അറക്കും. ഉളുഹിയ്യത്തിന്റെ പിന്നിൽ ഒരു താരീഖുണ്ട്, ഒരു ചരിത്രമുണ്ട്. അത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇസ്മായിൽ അലൈഹിസ്സലാമിനെ അറുക്കാൻ കൊണ്ടുപോയ താരീഖാണ്. സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇസ്മായിൽ അലൈഹിസ്സലാമിനെ അറുക്കാൻ വേണ്ടി കൊണ്ടുപോയി. കാട്ടിൽ ചെന്ന് ഒരു പാറക്കല്ലിന്റെ അടുക്കൽ ഒരു മരത്തിന്റെ സമീപത്തെത്തിയപ്പോ വാപ്പ മോനോട് പറഞ്ഞു, മോനെ, യാ ബുനയ്യ ഇന്നി അറാ ഫിൽ മനാമി അന്നി അദ്ബൗക ഫൻദുർ മാദാ തറാ. നിന്നെ അറുക്കണമെന്ന് അല്ലാഹു സ്വപ്നം മുഖേന എനിക്ക് വഹി നൽകിയിട്ടുണ്ട്. എന്താണ് നിന്റെ അഭിപ്രായമെന്ന് ചോദിച്ചപ്പോ മകൻ പറഞ്ഞു, ഉപ്പ, അള്ളാഹുവിന്റെ കൽപ്പന പോലെ നിങ്ങൾ എന്നെ അറുക്കുക, ഞാൻ തീർച്ചയായും ക്ഷമിച്ചു കൊള്ളാം എന്ന് പറഞ്ഞു. ഈ കഥ ഇങ്ങനെ കേൾക്കുമ്പോ നമുക്ക് തോന്നും, അത് സാരല്ല, അറുത്തിട്ടൊന്നുമില്ലല്ലോ. ഉളുഹിയ്യത്ത് ഇതിൽ നിന്ന് വന്നതാണ്. ഉളുഹിയ്യത്തിന്റെ ഫീലിംഗ് നമുക്ക് കിട്ടൂല. എന്തുകൊണ്ട്? ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ഇസ്മായിൽ നബിനെ അറുക്കാൻ കൊണ്ടുപോയിട്ടേ ഉള്ളൂ, അറുത്തിട്ടില്ല എന്ന ഇൽമ് ഞമ്മക്കുണ്ട് എന്നുള്ളതാണ് കാരണം. ചില ഇൽമ് ഉപകാരമല്ലാവുക, ചില ഇൽമ് ഉപദ്രവം. ഇനി വേറെ ഉദാഹരണമാണെങ്കിൽ പറയാം, നമ്മളൊക്കെ ചെറിയ കുട്ടികളായിരുന്ന സമയത്ത് ഉമ്മാന്റെ അടുത്ത് നിന്ന് നിസ്കാരം പഠിച്ച്, മഗ്‌രിബ് നിസ്കാരമാണ് ആദ്യമായിട്ട് കുട്ടികൾ നിസ്കരിക്കുക. അങ്ങനെ മഗ്‌രിബൊക്കെ നിസ്കരിച്ച സമയത്ത് നമ്മൾ ബാങ്കും ഇഖാമത്തും കൊടുത്തിട്ടാണ് നിസ്കരിച്ചിരുന്നത്. ഇന്നിപ്പോ നമ്മൾ പള്ളിക്കത്തെ ജമാഅത്തിന് ബാങ്കും ഇഖാമത്തും ഉണ്ട്, ഒറ്റക്ക് നിസ്കരിക്കുമ്പോൾ നമ്മളാരും ബാങ്കും ഇഖാമത്തും കൊടുക്കൂല. എന്താ കാരണം? ബാങ്കും ഇഖാമത്തും കൊടുക്കൽ സുന്നത്താണെന്ന് നമ്മൾ പഠിച്ചു എന്നതാണ് കാരണം. ബാങ്കും ഇഖാമത്തും കൊടുക്കൽ സുന്നത്താണെന്ന ഇൽമ് നാഫിയായ ഇൽമാണ് ആകേണ്ടിയിരുന്നത്. പക്ഷേ നമുക്ക് ഉപകാരമുള്ള ഇൽമല്ല ആയത്, ഉപദ്രവമുള്ള ഇൽമാണ് ആയത്. അപ്പൊ ചില ഇൽമുകൾ ഉപകാരമാണെന്ന് നമ്മൾ കരുതും, പക്ഷെ അത് ഉപദ്രവമായി മാറും. കാരണം ഉള്ള ഇൽമു കൊണ്ട് അമൽ ചെയ്യാതിരിക്കുന്നതാണ്. അതുകൊണ്ട് ഇൽമിൽ ബറക്കത്തുണ്ടാവാൻ, ഇൽമു നാഫിയാവാൻ ചെയ്യേണ്ട മൂന്നാമത്തെ കാര്യം ഉള്ള ഇൽമനുസരിച്ച് അമൽ ചെയ്യലാകുന്നു. ഏത് വിവരം നമ്മൾ പഠിച്ചാലും ആ വിവരത്തിനനുസരിച്ചുള്ള ഒരു അമൽ നമ്മളിൽ നിന്ന്, ഒരു പ്രവർത്തനം നമ്മളിൽ നിന്നുണ്ടായിരിക്കണം. അപ്പോഴാണ് ഇൽമു നാഫിയായി തീരുന്നത് എന്നർത്ഥം. നാലാമത്തെ കാര്യം, ഇൽമു കൊണ്ടുള്ള നിയ്യത്തിനെ നന്നാക്കണം. എന്തിനാ ഇൽമു പഠിക്കുന്നത്? ആഖിറം രക്ഷപ്പെടാനാണ്, ഈമാൻ വർദ്ധിക്കാനാണ്, മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ഇത്തിബാ ആണ്. ഇൽമു കൊണ്ടൊരിക്കലും ദുനിയാവിനെ ആഗ്രഹിക്കരുത്. ഇൽമു കൊണ്ട് ദുനിയാവ് കിട്ടുന്നതിന് വിരോധമൊന്നുമില്ല, പക്ഷെ ആഗ്രഹിക്കാൻ പാടില്ല. ഇൽമു കൊണ്ട് ആഖിറത്തെയാണ് ഉദ്ദേശിക്കേണ്ടത്. ഏത് ഇൽമു കൊണ്ട് അങ്ങനെ തന്നെ കേട്ടോ. നമ്മൾ സാധാരണ പറയും ദുന്യവിയായ ഇൽമ്, ഉഖറവിയായ ഇൽമ്. നമുക്ക് അപേക്ഷാ ഫോം പൂരിപ്പിക്കാൻ തന്നാൽ അതിലുണ്ടാവും ഭൗതിക വിദ്യാഭ്യാസം, ആത്മീയ വിദ്യാഭ്യാസം എന്നുണ്ടാവും. സത്യത്തില് കോളം രണ്ടെണ്ണത്തിലാണ് പൂരിപ്പിക്കണമെങ്കിലും നമ്മളെ സംബന്ധിച്ച് ആകെ ഒരു വിദ്യാഭ്യാസമേ ഉള്ളൂ. നമ്മൾ പഠിക്കുന്ന എല്ലാ വിവരവും ആഖിറത്തിന് വേണ്ടിയിട്ടാണ്. നമുക്ക് മൈക്ക് നന്നാക്കാൻ പഠിഞ്ഞാൽ അത് ആഖിറത്തിന് വേണ്ടിയായിരിക്കണം. നമുക്ക് ഫോണ് നന്നാക്കാൻ പഠിഞ്ഞാൽ അതും ആഖിറത്തിന് വേണ്ടിയായിരിക്കണം. നമുക്ക് ടൈൽസിന്റെ പണി പഠിഞ്ഞാൽ അതും ആഖിറത്തിന് വേണ്ടിയായിരിക്കണം. നമുക്ക് ഖുർആൻ പഠിഞ്ഞാൽ അതും ആഖിറത്തിന് വേണ്ടിയായിരിക്കണം എന്നതാണ്. ഏത് ഇൽമും ആഖിറത്തിന് വേണ്ടിയായിരിക്കണം. ഒരു ഇൽമും ദുനിയാവിന് വേണ്ടി ആവാൻ പാടില്ല. ദുനിയാവിന്റെ ഇൽമു പോലും ആഖിറത്തിന് വേണ്ടി ആകേണ്ട മുസ്ലിങ്ങളായ നമ്മൾ ആഖിറത്തിന് വേണ്ടിയുള്ള ഇൽമിനെ ദുനിയാവിന് വേണ്ടി പഠിക്കുന്നു എന്നതാണ് പുതിയ പ്രവണതയും നമുക്ക് പറ്റിയ അബദ്ധവും. നാളെ സയ്യിദുൽ ഉലമയുടെ ഒരു പ്രസംഗത്തിൽ മഹാനവർകൾ പറയുന്നുണ്ട്, ഒരു സ്ഥലത്തൊരു പള്ളി ഉദ്ഘാടനത്തിന് ചെന്നു. പള്ളി ഉദ്ഘാടനം കഴിഞ്ഞപ്പോൾ ഒരു പെരേക്ക് ചായ കുടിക്കാൻ വേണ്ടി കൊണ്ടുപോയി. അങ്ങനെ
ചായ കുടിക്കണ സമയത്ത് മഹാനവറുകളോട് ആ പെരക്കാരനൊരു കുട്ടിനെ കൊടുത്തിട്ട് കാണിച്ചു കൊടുത്തു. തങ്ങൾ വാപ്പ ഇതിൻ്റെ മൂത്ത മോനാണ് ആഷിം, അല്ല അതിൻ്റെ ചെറിയ മോനാണ് ആഷിം, പേര് സാങ്കല്പികമായിട്ട് പറഞ്ഞ കേട്ടോ. ഓനെ ഹാഫിദാവാൻ വേണ്ടി ദ്വാരക്കണം എന്ന് പറഞ്ഞു അത്രേ. അപ്പൊ സയ്യിദുൽ ഉലമ ചോദിച്ചു, എന്തിനാ ഓനെ ഹാഫിദാക്കണെന്ന് ചോദിച്ചോ. പറഞ്ഞു, ഇവന്റെ മൂത്ത കാരണം ഒരു ഷാർജയിലാണ്, ഓൻ അവിടുന്ന് വിളിക്കുമ്പോ എപ്പോഴും പറയലുണ്ട് ചെറിയോനെ ഹാഫിദാക്കണം, ഹാഫിദീങ്ങൾക്ക് ഇവിടെ വലിയ ചാൻസ് ആണ് എന്ന് പറഞ്ഞു എന്നാണ്. ഷാർജയിലെ ചാൻസിന് വേണ്ടിയിട്ട് ഹിഫ്ള് പഠിച്ചാൽ അതാണ് ആഖിറത്തെ ദുനിയാവിന് വേണ്ടി പഠിക്കുക എന്ന് പറയുന്നത്. ദുനിയാവിനെ ആഖിറത്തിന് വേണ്ടി പഠിക്കേണ്ട സമന്വയ വിദ്യാഭ്യാസത്തിന്റെ ആളുകളായ നമ്മള് ആഖിറത്തിന് വേണ്ടി പഠിക്കേണ്ടത് പോലും ദുനിയാവിന് വേണ്ടി പഠിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ട് ഇൽമിൽ ബറക്കത്ത് കാണാത്തതിന് സങ്കടപ്പെട്ടിട്ട് എന്താ കാര്യം? വിവരത്തിന്റെ കുറവല്ല നമുക്കുള്ളത്. നമ്മളത്ര വിവരം ഇല്ലാത്ത പല മുൻഗാമികളും വലിയ വലിയ മുത്തഖീങ്ങളായി മാറിയിട്ടുണ്ട്. അതേസമയത്ത് നമുക്ക് വിവരത്തിന്റെ കുറവല്ല ഉണ്ടായത്. വിവരം ഉപകാരമുള്ളതാവാതിരിക്കുകയാണ് ചെയ്യുന്നത്. ഇൽമു നാഫിയാകുന്നില്ല, ഇൽമ് ബറക്കത്തില്ലാത്ത ഇൽമായി മാറിക്കൊണ്ടിരിക്കുന്നു. അതിന്റെ കാരണം ഉഖറവിയായ കാര്യങ്ങളെ കുറിച്ചുള്ള പഠനം പോലും നമ്മൾ ദുന്യാവിന്റെ കാര്യത്തിന് വേണ്ടിയാക്കുന്നു എന്നതാണ് സത്യത്തിൽ വേണ്ടത്. ദുന്യവിയായ കാര്യങ്ങളെന്ന് എല്ലാവരും വിളിക്കുന്ന വിഷയങ്ങൾ വരെ ആഖിറത്തിന് വേണ്ടി പഠിക്കണമെന്നതാണ്. അഞ്ചാമത്തെ കാര്യം, വിവരത്തെ സ്നേഹിച്ചുകൊണ്ട്, ഇൽമിനെ സ്നേഹിച്ചുകൊണ്ടായിരിക്കണം പഠിക്കുന്നത്. കഷ്ടപ്പെട്ടുകൊണ്ട് പഠിക്കലുണ്ട്, ഇഷ്ടപ്പെട്ടുകൊണ്ട് പഠിക്കലുണ്ട്. ഇഷ്ടപ്പെട്ട് പഠിച്ചാലേ ബറക്കത്തുണ്ടാവുള്ളൂ, കഷ്ടപ്പെട്ട് പഠിച്ചാൽ ബറക്കത്തുണ്ടാവില്ല. എല്ലാ കാര്യത്തിനും അങ്ങനെ ഉണ്ട് എന്നാണ്. ഇഷ്ടപ്പെട്ട് മുസ്ലിം ആവലുണ്ട്, കഷ്ടപ്പെട്ട് മുസ്ലിം ആവലുണ്ട്. ഇഷ്ടപ്പെട്ട് സുന്നിയാവലുണ്ട്, കഷ്ടപ്പെട്ട് സുന്നിയാവലുണ്ട്. ഇഷ്ടപ്പെട്ട് ആബിദാവലുണ്ട്, കഷ്ടപ്പെട്ട് ആബിദാവലുണ്ട്. ഇഷ്ടപ്പെട്ടിട്ടായിരിക്കണം. മൂന്ന് കാര്യങ്ങളിൽ ഒരാൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമേ ഈമാന്റെ രസം കിട്ടുള്ളൂ എന്ന് ഹദീസിലുണ്ട്. വജദ ഹലാവത്തുൽ ഈമാൻ മൻ റളിയ ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബിമുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയ്യൻ വറസൂലാ. മൻ റളിയ ബില്ലാഹി റബ്ബൻ, ആരെങ്കിലും അള്ളാഹുവിനെ റബ്ബായിട്ട് ഇഷ്ടപ്പെട്ടാൽ, അള്ളാഹുവിനെ റബ്ബായിട്ട് അംഗീകരിച്ചാൽ നല്ലട്ടോ. അംഗീകാരം ഏതായാലും ഉണ്ടാവും, അംഗീകരിക്കാതിരിക്കാൻ കഴിയൂല. അള്ളാഹിനെ അംഗീകരിക്കാതിരിക്കാൻ കഴിയൂല. അത് ഇഷ്ടപ്പെട്ടുകൊണ്ട് എന്താപ്പ കാട്ട പടച്ചോന്റെ ഒരു വിധിയല്ലേ എന്ന് പറയും നമ്മൾ ചിലപ്പോ. അത് ഇഷ്ടപ്പെട്ടല്ല, വേറെ വഴിയില്ലാത്തോണ്ടാണ്. ഇഷ്ടപ്പെട്ട് അംഗീകരിക്കണതല്ല, അത് ഇടങ്ങേറായിട്ട് എന്താപ്പോ കാട്ടുക എന്നുള്ളതാണ്. 5 സെന്റ് സ്ഥലമുണ്ട്, തറപ്പണി കഴിഞ്ഞിട്ടുണ്ട്, ജില്ലാ ബാങ്കിൽ നിന്ന് ലോണ് കിട്ടാനുണ്ട്, എന്താപ്പോ കാട്ടുക, പലിശ നമുക്ക് ഹറാമായി പോയില്ലേ, ഒരു രസം ഉണ്ടാവില്ല. അത് കഷ്ടപ്പെട്ട് അംഗീകരിച്ചതാണ്, ഇഷ്ടപ്പെട്ട് അംഗീകരിച്ചതല്ല. അപ്പൊ അള്ളാഹുവിനെ റബ്ബായിട്ട് അംഗീകരിക്കുക എന്ന് പറഞ്ഞതാണ് ഒന്നാമത്തെ കാര്യം. എന്താ അള്ളാഹിനെ റബ്ബായിട്ട് അംഗീകരിക്കുക പറഞ്ഞാല്, റബ്ബ എന്ന് പറഞ്ഞാൽ പരിപാലിച്ചു എന്നാണ് അർത്ഥം. യുറബ്ബി എന്ന് പറഞ്ഞാൽ പരിപാലിക്കും എന്നാണ് അർത്ഥം. അതിൽ നിന്നാണ് റബ്ബ് എന്ന വാക്ക്, പരിപാലിക്കുന്നവൻ എന്നാണ്. പരിപാലനം എന്ന് പറഞ്ഞാൽ നോക്കേണ്ടതിനെ നോക്കേണ്ടതുപോലെ നോക്കുക എന്നതാണ് പരിപാലനം. ഓരോ വസ്തുവിനെയും എങ്ങനെയാണോ നോക്കേണ്ടത് അങ്ങനെ നോക്കുക. സാലിം ഫൈദിയെ നോക്കേണ്ടതുപോലെ സാലിം ഫൈദിയെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് സാലിം ഫൈദിക്ക് തോന്നണേനാണ് എൻ്റെ റബ്ബ് എന്ന് പറയുന്നത്. വേറെ ആളെ നോക്കേണ്ട മാതിരിയല്ല, ഓരോരുത്തരും വെവ്വേറെയാണ് അല്ലാഹു തആല നോക്കണത്. എല്ലാവരും ഒന്നിച്ചൊറ്റ നോട്ടല്ല. 10,000 ഉറുമ്പുകൾ ഉള്ള ഒരു ഉറുമ്പിന്റെ വരി വരുന്നുണ്ടെന്ന് വിചാരിക്കുക. ഒരു ഉറുമ്പിന്റെ കറുത്തൊരു ഉറുമ്പിന്റെ വരി ഇങ്ങനെ വരുന്നുണ്ട്, അതിൽ 10,000 ഉറുമ്പുണ്ട്. എന്നാൽ 1 കിലോ അരിയൻ കൊടുത്തുകൊണ്ട് എല്ലാവരും കൂടി ഓരിച്ചെടുത്തോളി എന്ന് പറയലല്ല അല്ലാഹു തആല. ഓരോ ഉറുമ്പിനും വേറെ വേറെ ഭക്ഷണം കൊടുക്കുക. തേരട്ട എന്നുള്ളൊരു സാധനമുണ്ട്, തേരട്ട, കുറെ കാലുള്ളൊരു സാധനം. അതിന്റെ ബാക്കെന്ന് അല്ലാഹു തആല അങ്ങനെ മൊത്തത്തിൽ ഒറ്റ ഉന്തു കൊടുക്കല്ല, ഓരോ കാലിനെയും വേറെ വേറെ ഇളക്കുന്നവനാണ് അല്ലാഹു തആല. അതാണ് റബ്ബ് എന്ന് പറഞ്ഞാൽ നോക്കേണ്ടതിനെ നോക്കേണ്ടതുപോലെ നോക്കുക. അത് ഒരാൾക്ക് ഇഷ്ടമായിരിക്കണം. സാലിം ഫൈദിയെ എങ്ങനെയാണ് നോക്കേണ്ടത്, അങ്ങനെ എന്നെ നോക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നതിനെയാണ് അള്ളാഹുവിനെ റബ്ബായി അംഗീകരിക്കുക എന്ന് പറയുന്നത്.
അല്ലെങ്കിൽ തോന്നിയില്ലെങ്കിൽ എന്നുള്ള പ്രശ്നം ദുആ ഇജാബത്തില്ല എന്ന് തോന്നും.